വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നുണ്ട്. ഈ കൊല്ലം സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് വൈദ്യുതി വകുപ്പിനെതിരെ KCBക്കെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൽ വൈദ്യുതി വകുപ്പിന്റെ തുടർ നടപടികൾ, എങ്ങനെയാണ് ഈ സംഭവം വിലയിരുത്തുന്നത്? പ്രതിപക്ഷം ഉന്നയിക്കുന്നത് ഒരു രാഷ്ട്രീയമാണ്. പക്ഷെ അതിൻ്റെ വസ്തുത ഇത് ഇന്നലെയോ തുടങ്ങിയല്ല, എത്രയോ കാലമായി ആ ലൈൻ അവിടെ കിടക്കുകയാണ്. അതിൻ്റെ താഴെ ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ആ ബിൽഡിംഗ് നിയമപ്രകാരമാണോ അല്ലയോ എന്ന് വിദ്യാഭ്യാസ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്, പോലീസ് പരിശോധിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിലെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച് ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരെന്ന് വെച്ചാൽ അവർക്ക് കർശനമായ നടപടിയുണ്ട്. ഒരു ജീവൻ്റെ നമുക്ക് എന്ത് കൊടുത്താലും നഷ്ടപരിഹാരം കൊടുത്താൽ ഒരു ജീവന് പകരമാകില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കുറ്റക്കാരാരാണെന്നുള്ളതാണ് നിലവിൽ അങ്ങ് മനസ്സിലാക്കി. കുറ്റക്കാരുടെ ഈ ലൈൻ എപ്പോൾ സ്ഥാപിച്ചു, എത്ര അന്ന് അതിൻ്റെ അകലം പാലിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം, CCTVയുടെ ദൃശ്യം നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്കൊരു നിഗമനത്തിലെത്താൻ. സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ ഇത്തരത്തിലുള്ള ലൈൻ സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട പല മാനദണ്ഡങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ തന്നെ പാലിച്ചു എന്നുള്ളതാണോ വിലയിരുത്തുന്നത്? ലൈൻ പാലിച്ച് അതിനുശേഷം ഷെഡ് വന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കണമല്ലോ. ലൈൻ വന്ന ശേഷമാണ് ഷെഡ് വരിക, അതിന് പെർമിഷൻ മേടിച്ചിട്ടുണ്ടോ, പഞ്ചായത്തിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണം. അതിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അതിൻ്റെ കൂടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ഇൻസ്പെക്ടറേറ്റും പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ, ഉന്നതതല ഉദ്യോഗസ്ഥന്മാർ അത് അന്വേഷിച്ചിട്ട് ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച തന്നെ ശക്തമായ നടപടി ഉണ്ടാകും. KCBക്കും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പോൾ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ ഈ ഇലക്ട്രിസിറ്റി കമ്പികൾ താഴ്ന്നു കിടക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ കടക്കാറില്ല എന്നുള്ളതൊക്കെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഉയർന്നു. സംഭവത്തിൻ്റെ പിന്നാലെ എന്താ വെച്ചാൽ അത് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണം. എന്താ വെച്ചാൽ അവിടെ താഴ്ചയുണ്ട്, ഒരു മരച്ചില്ല വന്ന് അതിൽ വീണു പറഞ്ഞ് വെട്ടാൻ പോയാൽ അപ്പം എല്ലാവരും കൂടി പ്രതിഷേധം രേഖപ്പെടുത്തും. വാഴ വച്ചിട്ട് വാഴയുടെ ഇല അതിൽ മുട്ടണു പറഞ്ഞാൽ അത് വെട്ടിക്കളയാൻ പോയാൽ അതിനും അപ്പം പ്രതിഷേധം രേഖപ്പെടുത്തും. അപ്പോൾ അത് നിങ്ങളെല്ലാവരും കൂടി സഹായിച്ചാലേ നമുക്കത് നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന എവിടെയെല്ലാം സ്ഥലങ്ങളുണ്ടോ അതിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതൊരു മീഡിയേൻ്റെയും വലിയ സഹായമുണ്ട്. എന്താ വെച്ചാൽ അപ്പോൾ പ്രതിഷേധം ആരെങ്കിലും രേഖപ്പെടുത്തുമ്പോൾ വാഴ കൊലക്കാരായ വാഴയാണ്, അത് വെട്ടി നശിപ്പിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു പ്രചരണം വരും. അത് വരാതെ കഴിക്കാൻ നിങ്ങളെല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ന് ആ കുടുംബത്തിന് 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കും. ബാക്കി ഉള്ള സംഖ്യ അന്വേഷണം കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള തീരുമാനമാണ്. ഒരു ഭാഗത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചു. അങ്ങയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ കണ്ടതാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രതിഷേധങ്ങളെ? ഞാനതിൽ പ്രതിഷേധമില്ല. 2010-11 മരിച്ചത് 285ആണ്. 2011-12 277, 2014-15 309, 2015-16 287, ഇപ്പോൾ 2003 205, ഇപ്പോൾ 241. ഈ ചുഴലിക്കാറ്റൊക്കെ വന്നതുകൊണ്ട് വന്നതാണ്. അതല്ല, അത് വന്യമൃഗങ്ങളിനെ കൊല്ലാൻ വേണ്ടി കൃത്രിമമായി ചെയ്ത ലൈനിൽ നിന്ന് എടുത്തതും കൂടി ചേർത്തിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് വരില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ സ്ഥിതി. അപ്പോൾ പിന്നെ പ്രതിപക്ഷത്തിന് അതിൽ പറയാൻ എന്താ ന്യായമുള്ളത്? അതിനേക്കാളും കണക്ഷൻ എത്ര കൂടിയിട്ടുണ്ട്, ലൈൻ എത്ര വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ നോക്കണ്ടേ? നമ്മൾ പവർ കട്ടില്ലാണ്ടതൊക്കെ കൊണ്ടുപോയതല്ലേ. ഇതൊക്കെ അല്ല, അബദ്ധമാണ്. വേണ്ടത്ര പരിശോധന കൃത്യമായ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ലൈൻമാൻ തൊട്ട് അവിടുത്തെ AE തൊട്ടുള്ളൊരു ശരിക്ക് മുന്നറിവ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണമല്ലോ. ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ആ മേഖലയിൽ നിന്നുള്ള KCBയിൽ തന്നിട്ടുണ്ട്. ഇന്നലെ തന്നെ റിപ്പോർട്ടിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ചോദിക്കുന്നതാണ്. സാധാരണഗതിയിൽ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്കൂളുകൾ ഉൾപ്പെടുന്ന കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ലൈൻ താഴ്ന്നു കിടക്കുന്ന എല്ലാ സ്ഥലത്തും അടിയന്തരമായി നോക്കണമെന്നും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും അതിൻ്റെ പേരിൽ ശക്തമായ നടപടി എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ ഈ സ്കൂളിൽ പവർ സപ്ലൈ നിർത്തിയിട്ട് കവേർഡ് കണ്ടക്ടർ ഇടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്.
ഇന്നും നാളെയായിട്ട് അത് കഴിക്കുക, അതിന് ശേഷമേ കണക്ഷൻ കൊടുക്കുള്ളൂ അവിടെ. അത് തീരുമാനം എടുത്തിട്ടുണ്ട്. അങ്ങനെ അപകടം വന്ന ശേഷം നമ്മൾ ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ. അപകടം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നുണ്ട്. ആദ്യഘട്ടം എന്ന നിലയിലാണല്ലോ ഒരു നഷ്ടപരിഹാരത്തുക പ്രഖ്യാപിച്ചത്. ഇനി മറ്റ് തുകകളിലേക്ക് അതിൽ പ്രഖ്യാപനം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അല്ല, ഇതിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തു നിന്നാണ്, മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും. ചെറിയ കുട്ടിയുടെ വിയോഗമാണ് സ്വാഭാവികമായിട്ട് അവിടെയുള്ള കുട്ടികൾക്കിടയിൽ ഉൾപ്പെടെ വലിയ സങ്കടം ഉണ്ടാക്കിയൊരു സംഭവം കൂടി അതിൽ മാറി. നമുക്ക് ആർക്കും നമ്മൾ എന്ത് വാക്കുകൊണ്ട് പറഞ്ഞാലും അതിനൊരു പരിഹാരമാകില്ലല്ലോ. ആ കുടുംബം പോയി, ആ കുട്ടിയുടെ ഭാവി എല്ലാം നശിച്ചില്ലേ. ഒരു വേദനയുണ്ട് അതിൽ. അല്ല, നമുക്കതിനൊരു നോംസ് ഉണ്ടല്ലോ. ആ നോംസിൻ്റെ ഉള്ളിൽ കൂടെയല്ലേ പോകാൻ പറ്റുള്ളൂ. അതുപോലെ ചെയ്യും, പരമാവധി സഹായിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാൻ അതത് മേഖലയിലെ അധികൃതരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറയുന്നുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള കെ കൃഷ്ണൻകുട്ടി നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.